ഹലോ ഗൈസ്, വെൽക്കം ടു കനവ് വിത്ത് us. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ആപ്പിൾ ചാർജിങ് കേബിളിനെ കുറിച്ചാണ്. അതായത് ഞാനൊരു വർഷം മുമ്പ് ഒരു ആപ്പിൾ ചാർജിങ് കേബിൾ വാങ്ങിയായിരുന്നു. സോ അത് ബോട്ടിൻ്റെ ആയിരുന്നു. അത് ഇന്നും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ആവുന്നുണ്ട്. സോ ആപ്പിൾ ചാർജിങ് കേബിൾ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആപ്പിളിൻ്റെ ചാർജിങ് കേബിൾ ഒന്നുകിൽ നമുക്ക് ആപ്പിളിൻ്റെ ഒറിജിനൽ വാങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ബ്രാൻഡ്സിൻ്റെ വാങ്ങാം. അപ്പോൾ വേറെ ബ്രാൻഡ്സിൻ്റെ വാങ്ങുമ്പോൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി. ആ കേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനോ ഐഫോണിനോ ഐപാഡിനോ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമോ എന്നൊക്കെയായിരിക്കും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് എളുപ്പമായുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേബിൾ വാങ്ങുമ്പോൾ എപ്പോഴും MFI സർട്ടിഫൈഡ് ആണോ നോക്കുക. MFI സർട്ടിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ വാങ്ങാൻ പോകുന്ന കേബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് ആപ്പിൾ സർട്ടിഫൈഡ് ആണോ, ആണെങ്കിൽ അതിൽ MFI സർട്ടിഫൈഡ് എന്ന് പറയും. അപ്പോൾ ഒരു സാധനം MFI സർട്ടിഫൈഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രോഡക്റ്റ് ആപ്പിൾ ടെസ്റ്റ് ചെയ്തു, അവരുടെ പ്രോഡക്ട്സുമായി കോമ്പാറ്റബിൾ ആണ്, ക്വാളിറ്റി നല്ലത് ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ ആമസോണിൽ പോയി ജസ്റ്റ് MFI സർട്ടിഫൈഡ് ലൈറ്റ്നിങ് കേബിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ അധികം സാധനങ്ങൾ വരും. അതിൽ ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടുമാണ് ഞാനത് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ബോട്ടിൻ്റെ സെലക്ട് ചെയ്തു. ബോട്ടിൻ്റെ ടൈപ്പ് A to ലൈറ്റിനിങ് കേബിൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ യാതൊരു കുറവുമില്ല. ഫാസ്റ്റ് ചാർജിങ് ആയാലും ഡേറ്റ സിങ്ക് ആയാലും എല്ലാം നല്ലതുപോലെ നടക്കുന്നത്. സോ ഞാൻ ഇതൊരു ബെസ്റ്റ് റെക്കമെൻഡ് ആയിട്ട് പറയും. സോ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ 849 ആണ് കാണിക്കുന്നത്. ഇത് ചില സമയത്ത് ഓഫർ വരുന്ന സമയത്ത് അത് കുറഞ്ഞ് വരാറും ഉണ്ട് പ്രൈസ്. മറ്റൊരു കേബിള് ആൻകർ എന്ന കമ്പനിയുടെയാണ്. സോ അതും 100 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രൈഡഡ് കേബിളാണ്, 3 ഫീറ്റ്. സോ ഇത് ഏതാണ്ട് 1149 രൂപയാണ്. ഇതും MFI സർട്ടിഫൈഡ് ആണ്. മറ്റൊരു ബ്രാൻഡാണ് ബെൽക്കിൻ്റെയും കേബിൾ ഉണ്ട്. സോ അത് USB-A to ലൈറ്റ്നിങ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് 1099 രൂപയാണ്. അതും ഇതേപോലെ സർട്ടിഫൈഡ് ആണ്. സോ ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, നിങ്ങളിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്നു, കുറേ ഐറ്റംസ് വരുന്നുണ്ട് ഇപ്പോൾ MFI സർട്ടിഫൈഡ്. ഈ സാധനങ്ങളിൽ ഇപ്പോൾ MFI സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആക്ച്വലി സർട്ടിഫൈഡ് ആണോ എന്ന് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയി വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ബോൾട്ട് LTG650 Type-C ആണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് MFI സർട്ടിഫൈഡ് ആക്സസറീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ലിങ്ക് വരും, MFI ലൈസൻസ് ആപ്പ്. അത് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ വരുമ്പോൾ നമുക്ക് ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ ബോട്ട് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം നമ്മളെടുത്തത് LTG650 വേണ്ടേ, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് LTG650. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഒരു പ്രോഡക്റ്റ് ആപ്പിൾ സർട്ടിഫൈഡ് ആണ്. സോ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഏത് സെലക്ട് ചെയ്താലും ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക അത് സർട്ടിഫൈഡ് ആണോ എന്ന്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കേബിൾസ്, അതായത് ഞാൻ കാണിച്ച ബോട്ട്, ആങ്കർ, ബെൽക്കിൻ, ഇതൊന്നും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായല്ല. ഞാൻ എൻ്റെ സ്വന്തം റിസർച്ച്, അതായത് ഞാൻ അതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടും പിന്നെ ഈ ബ്രാൻഡുകളുടെ പഴയ റിവ്യൂസും എല്ലാം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ബോട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതാണ്, ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല. ഇതോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.